ബഹുമാനപ്പെട്ട ഹരിഹരൻ പറഞ്ഞതിനകത്ത് തന്നെ എത്ര വലിയ വൈരുദ്ധ്യ പൊതുസമൂഹത്തിൽ കേട്ടോണ്ടിരിക്കുന്നതല്ലേ ചർച്ച, ലോകം മുഴുവനുള്ള മലയാളികൾ കണ്ടോണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ക്രിമിനൽ കേസ് ആകുമ്പോഴത്തേക്കും കാലഘട്ടത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും പുറത്തു വരുന്ന തെളിവുകളാണ് അപ്പോൾ പുറത്തു വിടുന്നത്. ഇപ്പോഴാണ് ഈ പറയുന്ന ഫയാസിനെ പിന്നെ കുറ്റവാളിയെന്ന് കണ്ടെത്തിയ വിവരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി പിന്നെ വിവരം കെ രമ വെളിപ്പെടുത്തിയത് ഇപ്പോൾ അറിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനി അത് തർക്കിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കേട്ടോ. പക്ഷെ കെ രമ പറഞ്ഞത് എന്താ? കെ രമ പറഞ്ഞത് ഈ ചർച്ചയിൽ തന്നെ അവരുടെ ഓഡിയോയിൽ പറഞ്ഞത് എന്താ? നമ്പ്യാരുടെ ഇന്റർവ്യൂല് 2014 ഈ റിപ്പോർട്ട് തയ്യാറാക്കി CBIക്ക് അയച്ചു. എന്തുകൊണ്ടാണ് പിന്നെ CBI അതിനു വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കാത്തതെന്നുള്ള ഉത്കണ്ഠ അവർ രേഖപ്പെടുത്തി. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് CPM ആണോ? അല്ല. CPM-നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് 5 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കേരളത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് പരന്നു നടക്കുക. 5 വർഷമായിട്ട് പറന്നു നടക്കുക. അവസാനം കോടതി ശാസിച്ച് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം ആരിലേക്ക് എത്തിയപ്പോഴാണ് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതെന്നും ആരിലേക്ക് എത്താൻ നേരത്താണ് അത് മരവിച്ചു പോയെന്നുള്ളവരൊക്കെ കേരളത്തിലെ ജനങ്ങളറിയാം. നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും ജനം മറവി കാര്യമായിട്ടുള്ളവരല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ, 12 വർഷങ്ങൾക്ക് ശേഷം പിന്നെ കെ രമ ഇത് വെളിപ്പെടുത്തിയത് 12 വർഷങ്ങൾക്ക് ശേഷം അവർ അറിഞ്ഞിട്ടല്ല, അവർ ആ 12 വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് പിന്നെ കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ CPM പിന്നെ പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാഞ്ഞ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ബഹുമാനപ്പെട്ട ഹരിഹരനും മറുപടി പറയേണ്ടതാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നാടകങ്ങളെല്ലാം അരങ്ങേറിയ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിഷയം കയ്യിൽ വന്നപ്പോൾ CPM-നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? നിങ്ങൾ അതിനെ സമ്മതിച്ചാൽ മതി. ഞങ്ങൾ മറുപടി പറയാം. കേന്ദ്ര സർക്കാർ CPM-നെ ഈ പാർട്ടീനെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാതെ കൊണ്ട് 12 വർഷക്കാലം ഈ റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തി വെക്കുന്നതാണ് നിങ്ങൾ പറയണേ. ഇത് CPM-നെ സഹായിക്കാൻ വേണ്ടി ചെയ്ത നാടകമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തുറന്നു പറയാം. യാതൊരു വിഷയമില്ല. റജി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ റജി, അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്ത് ആക്ഷേപം വരുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഈ കൈകൾ ശുദ്ധമാണ്. അങ്ങനെ ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടൂ. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന CPM ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അത് സത്യം പുറത്തു വരട്ടെ. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ ഫയാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, മറ്റാരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ ഫയാസിനുമായിട്ട് CPM-ന് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പറയൂ CBI വരട്ടെ എന്ന്. CBI അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തൂ കേന്ദ്രത്തിൽ. നോക്കാലോ നമുക്ക്, CBI വരട്ടെ. അതൊരു വിചിത്രമായ ഇതിൽ വിചിത്രമായിട്ടൊന്നുമില്ല. അല്ല, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പോഴും CPM ആണ്. CPM-ന് ഈ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് റജി. CBI അന്വേഷണം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ CBI അന്വേഷണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നുകൂടി കത്തയക്കൂ. ഓൾറെഡി ഉണ്ടല്ലോ അവിടെ. മാത്രമല്ല ഹൈക്കോടതിയിലെ CBI അന്വേഷണം, അതായത് ഉന്നതതല ഗൂഢാലോചന, അതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജിയുണ്ട്. കെ രമ കൊടുത്ത ഹർജിയുണ്ട് ഹൈക്കോടതിയിൽ. ഇത് രണ്ടും ഒന്ന് ഫാസ്റ്റ് ആക്ക്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്? ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്നെ വിലക്കുക. ഞാൻ പറഞ്ഞ മറുപടി യുക്തിപരമായിട്ടാണ് പറഞ്ഞത്. വേണ്ട, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സർക്കാരിലെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഒരു ലെറ്റർ അയച്ചാൽ പോരെ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിൽ നിങ്ങൾക്ക് സംബന്ധിച്ചാൽ പോലെ, അല്ലെ കേന്ദ്ര ഭാഷയെ പോലുള്ളവർ എന്താ വേണം? 10 വർഷത്തിന് അല്ല, സർക്കാർ ഭരണം കൈകാര്യം ചെയ്യുന്നവർ മാറിയതേ ഉള്ളൂ, മുഖ്യമന്ത്രി മാറിയതേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് CBI വരട്ടെ, CBI അന്വേഷണത്തിന് വേണ്ടി വാദിക്കാലോ. സിദ്ധാർത്ഥന്റെ മരണത്തിലൊക്കെ സംസ്ഥാന സർക്കാർ കൃത്യമായി CBI അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. അല്ല മേഡം, നിങ്ങൾ എന്നെ കൊണ്ട് എന്തായാലും പറയിപ്പിക്കില്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർ തോന്നിയത്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞല്ലേ ഉള്ളൂ, പറഞ്ഞോളൂ. CBI അന്വേഷണത്തിന് ഞങ്ങൾ ഭരിക്കാതിരുന്നപ്പോ തന്നെ അന്നത്തെ സർക്കാർ തന്നെ, ആ സർക്കാരിന്റെ ടീം തന്നെ ഇത് കണ്ടെത്തി റെഫർ ചെയ്തെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ പിന്നെ ആ ഗവൺമെന്റിനെ അങ്ങോട്ട് ഇൻവെന്റ് ചെയ്താൽ പോരായിരുന്നോ? ഹൈക്കോടതി നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത് നിങ്ങൾ പറയുന്ന ലോജിക്ക് എന്താ? ഞങ്ങളുടെ നേതാക്കന്മാരെ CPM-നെ കള്ളക്കഥകൾ രചിച്ച് പണ്ട് നമ്മുടെ ജയരാജ് സഖാവിനെ തലശ്ശേരി മുതല് തിരുവനന്തപുരം വരെ ആംബുലൻസ് നാടകം കളിച്ച് CPM-നെ അങ്ങോട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തണമോ? ഞങ്ങളുടെ അതിലും ഭയങ്കരമായ സാധനത്തിന് ഞങ്ങൾ റെഫർ ചെയ്തായിരുന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ?
കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കൈകൾ ശുദ്ധമാണ്. കാട് കയറി സംസാരിക്കാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഫയാസ് ആരാണ്? ഫയാസിന് CPM-ആയിട്ടുള്ള ബന്ധം എന്താണ്? ഫയാസ് കോഴിക്കോട് ജില്ലാ ജയിലിൽ പി മോഹനൻ മാസ്റ്ററെ കാണാൻ പോയത് എന്തിനാണ്? ഫയാസ് എന്തിനാണ് TP ചന്ദ്രശേഖരന്റെ കൊലയാളികളുമായിട്ട് ജില്ലാ ജയിലിനകത്ത് വെച്ച് സംസാരിച്ചത്? മറുപടി പറ.